കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെതിരെ വനം വകുപ്പ് ഒരു കള്ളക്കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പഴയ ആലുവ മൂന്നാർ രാജപാത അത് തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ജനകീയ മാർച്ച് കഴിഞ്ഞ ഞായറാഴ്ച പൂയംകുട്ടിയിൽ നടക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളോടൊപ്പം 89 വയസ്സുള്ള അഭിവന്ദ്യ പുന്നക്കോട്ടിൽ പിതാവും ആ ജനകീയ പ്രതിഷേധ യാത്രയിൽ പങ്കെടുത്തു. അതിന് പ്രതികാര നടപടി എന്ന രീതിയിലാണ് വനംവകുപ്പ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വളരെ പ്രതിഷേധാർഹമാണ്. റവന്യൂ രേഖകൾ പ്രകാരം, പൊതുമരാമത്തിന്റെ രേഖകൾ പ്രകാരം അത് റോഡാണ്. വനംവകുപ്പാണ് ആ റോഡ് കയ്യേറിയത്. വനംവകുപ്പാണ് ആ റോഡ് കയ്യേറി ബാരിക്കേഡ് സ്ഥാപിക്കുകയും ചങ്ങലയിടുകയും ചെയ്തത്. ഇവിടെ റോഡ് കയ്യേറിയിരിക്കുന്ന വനംവകുപ്പ് അധികൃതർക്കെതിരെയാണ് യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത്. പക്ഷേ ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ധീരമായ ഒരു സമരത്തിന് നേതൃത്വം നൽകിയ അഭിവന്ദ്യ പിതാവിനെതിരെ കേസെടുത്താൽ ഈ സമരം അങ്ങ് തീർന്നു പോകുമെന്ന് വനംവകുപ്പ് അധികൃതർ കരുതാൻ പാടില്ല.